മാഷേ നമ്മൾ സ്കൂൾ വാർഷികവും സത്യം മാഷ യാത്രയപ്പം നമുക്കൊരു ഗംഭീരാക്കണം. അതിൻ്റെ ഒരു ചെറിയ ചർച്ചയാണ് ഉണ്ടായത്. അല്ല മാഷേ, പിന്നെ മാഷേ പാവം പെട്ടെന്ന് റിട്ടയർമെൻറ്റ് പെട്ടെന്നായി പോയാലോ തോന്നുന്നു. ഇത്രയും നമ്മൾ ഒന്നിച്ച് നിന്നല്ലേ. അപ്പോൾ പിന്നെ മാഷും സുഗതമാഷും തമ്മിൽ എന്തോ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൽ കുറേ ആയി ഇങ്ങനെ മിണ്ടാണ്ടെക്കുന്നത്. നിസ്സാരമായൊരു കാര്യമല്ലേ, അത് പിണക്ക തീർന്നിട്ട് പോണം മാഷ്. നമുക്ക് നിസ്സാരമായ പ്രശ്നം നിങ്ങളോട് ആരാ പറഞ്ഞത്? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് തുടങ്ങിയ വിഷമാണ് എനിക്ക്. എല്ലാവരുടെ മുമ്പിലും ഞാൻ അവഹേളിക്കപ്പെട്ടു. അത് പോട്ടെ, അതെൻ്റെ വ്യക്തിപരമായ കാര്യം. എനിക്കറിയേണ്ട അതല്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാൽ ചിരിച്ചത്? പറ്റൂല. ഞാൻ കുറേ സഹിക്കണു. ഇന്ന് രാവിലെ തന്നെ അച്ഛൻ എന്തും ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് പറയാ പിണങ്ങിപ്പോയത്. ഞാൻ കുളിച്ചിറങ്ങാനായിട്ട് 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് വൈകിയാണ് അച്ഛൻ ചായം കുടിക്കാണ്ട് പൊതിഞ്ഞു വെച്ച് ചോറ് എടുക്കാണ്ട് ഒറ്റപ്പോക്കങ്ങ് പോയത്. നിനക്കറിയാലോ അച്ഛൻ്റെ സ്വഭാവം. ഈ പഞ്ചായത്തിലാകെ അച്ഛനായിട്ട് സൗഹൃദമുള്ളത് നമ്മുടെ ആ കോയക്കാക്ക് മാത്രമാണ്. ഇനി അയാളെ എന്താണോ ഓർപ്പിക്കണം? അയാളെ വെറുപ്പിക്കാഞ്ഞിട്ടല്ല, അയാൾ അച്ഛനെ തിരിച്ചറിഞ്ഞ് കൂടെ നിന്ന് കൊടുക്കുകയാണ്. അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് എന്തായാലും അത്ര വലിയ മനസ്സൊന്നുമില്ല സഹിച്ചു നിൽക്കാനായിട്ട്. നീ എന്നെ മനസ്സിലാക്ക്. നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യണില്ലേ? ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് നിന്നെ കുറ്റപ്പെടുത്തണില്ലല്ലോ. അച്ഛനെ ഏട്ടനല്ലല്ലോ, ഞാനല്ലേ സഹിക്കണത്. ഏട്ടന് രാവിലെ ഇറങ്ങിപ്പോയാതല്ലോ. അതേ, അച്ഛനൊന്നും ഇങ്ങോട്ട് വന്നേ. അച്ഛനിത് എന്ത് കളിയാ കളിക്കണത്? എന്തിനാ അവളോട് ഇന്ന് പിണങ്ങിയത്? എനിക്ക് കൃത്യസമയത്ത് ചായ തരണത് അവൾക്കറിയില്ലേ? ആ സമയത്ത് നോക്കിയിട്ട് അവള് ബാത്റൂമിൽ കയറിയത് എന്തിനാ? അച്ഛൻ എന്തൊക്കെ ഈ പറയണത്? 5 മിനിറ്റ് അല്ലേ ഞാൻ വൈകുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും ചായയും ചോറും എല്ലാം പൊതിഞ്ഞു കെട്ടി കൊടുത്തു വിടണല്ലേ. എന്നോട് പറയണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കിയിട്ടാ പറയാം, അവന്റെ മുഖത്ത് നോക്കിയിട്ടല്ല. ഇനി അതും കൂടെ പറഞ്ഞ് പിണങ്ങിയിട്ട് എഴുന്നേറ്റ് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. വെറുതെ ഇങ്ങനത്തെ സ്വഭാവം വെച്ചോണ്ടിരുന്നിട്ടാണ് അമ്മ എന്നെ ഇട്ടുകൊണ്ട് തറവാട്ടിലേക്ക് പോയത്. എനിക്ക് അമ്മയില്ലാതെ ആക്കി. ഇനി എന്റെ ഭാര്യയും അവള് പോകാൻ നിൽക്കുകയാണ് ഇവിടുന്ന്. എന്തിനാ അച്ഛൻ ഇങ്ങനെ പിണങ്ങണ? എന്തൊരു പിണക്കമാണ് ഇത്? എനിക്ക് പറ്റാത്ത കണ്ടാ ഞാൻ പിണങ്ങും. ഞാനൊരു കാര്യം പറയാ, അച്ഛൻ്റെ ഈ സ്വഭാവം ശരിയല്ല കേട്ടാ. എന്താ പറഞ്ഞ്? അച്ഛൻ്റെ സ്വഭാവം ഒട്ടും ശരിയല്ല എന്ന്. എന്റെ സ്വഭാവം ശരിയല്ല? അല്ല. ആ, സമാധാനായി, ഇന്നത്തേക്കുള്ളതായി. ഇനി ആ വാതലിനോട് പിണങ്ങും. അതെ, നിങ്ങള് വല്യച്ഛനെ ആരാന്ന് വെച്ചാൽ വിളിച്ച് മര്യാദക്ക് പറഞ്ഞെന്താന്ന് നന്നാക്കാൻ നോക്ക്. എനിക്ക് വയ്യത് സഹിച്ചോണ്ടിരിക്കാനായിട്ട്. അറിയാല്ല, അമ്മ പോയോലെ ഞാൻ പോവും. ഞാൻ വെറുതെ പറഞ്ഞോണ്ട് നിൽക്കില്ല, ഞാൻ പോവും. നീ സമാധാനപ്പെട്. ഞാൻ വല്യച്ഛനെ വിളിക്കാം. വിളിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. വല്യച്ഛൻ പറഞ്ഞാൽ ചിലപ്പോൾ അനുസരിക്കുമായിരിക്കും. പുള്ളി മിലിറ്ററിയിലൊക്കെ അല്ലേ, എന്തെങ്കിലും പറഞ്ഞത് ബോധ്യപ്പെടുത്തട്ടെ. നീ അപ്പ പോകും എന്ന് പറഞ്ഞാൽ ഞാൻ വല്ല കുഴപ്പമുണ്ട് ഇവിടെ? ഞാൻ പോവോ എന്തായാലും. പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞാൽ അച്ഛന് വിഷം കൊടുത്തു കൊല്ലാൻ പറ്റൂ? മറിമായം.